ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ബദാം ലീഫിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം ഇനിയിപ്പോൾ കവറിൽ ഫുള്ള് ഇത് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വെക്കേണ്ട ഒരു ഐറ്റമാണ്. നമ്മൾ കല്ലുപ്പിൻ്റെ അതേ ടൈപ്പ് മാതിരി തന്നെയാണ് ബദാമിൻ്റെ ലീഫും. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം പെട്ടെന്നാണ്. ഇപ്പോൾ ഒരാഴ്ച മുന്നേ നല്ല തണുപ്പായിരുന്നു. 2 ദിവസം വരെ 2 ദിവസം 3 ദിവസം വരെ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ് ബദാമിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തണുപ്പ് കാല സമയത്ത് മത്സ്യങ്ങളെ വാല കൊട്ടി പോവുക എന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മത്സ്യങ്ങൾ ഡെഡായി പോവുക, അവസ്ഥകൾ ബ്രീഡിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ തണുപ്പ് കാലത്തുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു 50% നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാൻ പറ്റും ബദാം ലീഫ് കൊണ്ട്. ഇതൊരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊക്കെ ഉണങ്ങിയ ഇലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബദാമിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോയി ഇട്ടത് കളക്ട് ചെയ്ത് ഒരു കവറിൽ ഫുള്ള് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് വന്നപ്പോൾ ഒരു കവർ ഫുള്ള് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇന്നലെ പ്രസവിച്ച ഒരു കുഞ്ഞുങ്ങളാണ്, ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ടും പിന്നെ ഇടയ്ക്ക് മഴയും പെയ്യുന്നത് കൊണ്ട് ഞാൻ അതിൽ എന്തായാലും ബദാമിൻ്റെ ലീഫ് അതിലിട്ട് വെച്ചിട്ടുണ്ട്. വെറ്റ് ലീഫ് ഇട്ട് വെച്ചുകൊണ്ട് വെള്ള കളറൊക്കെ മാറി. ഇത് ഇന്നലെ ഇട്ടുകൊണ്ടാണ് അതിന് പറ്റുന്നത് പെട്രോൾ കളർ ആവാത്തത്. പിന്നെ ഗ്രീൻ കളർ ടാങ്കുമാണ്, അതുകൊണ്ടാണ് ആവാത്തത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നമുക്ക് തണുപ്പുണ്ടാവും, പക്ഷേ നമുക്ക് അത്ര വലിയ ഒരു ഫിഷിനെ ബാധിക്കുന്നില്ല. ഫിഷിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഒരു കൂളിങ്ങൊക്കെ ഉണ്ടാവും. അത് കൂളിംഗ് ഇല്ലാതിരിക്കുന്നതല്ല, ഈ ഒരു ടാനിൽ നിന്ന് ദ്രാവകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലാതെ അവരുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് നമ്മൾ ബദാമിൻ്റെ ലീഫ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾ ഇന്നലെ പ്രസവിച്ച് ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ വേഗം ടാങ്കിലേക്ക് മാറ്റി ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കിയത്. ഞാൻ ബ്രൂഡിൻ്റെയും ടാങ്ക് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അൽബിനോക്കോയുടെ ബ്രൂഡാണ്. പിന്നെ കൊയ്യറിന് അൽബിനോ കളറുള്ള ഈ സമയത്തൊക്കെ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ് വരുന്ന ഒരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് റെഡാവും ചെയ്യും. മോൽ ചുരുങ്ങി പോയിട്ട് റെഡായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ബദാമിൻ്റെ വലിയൊരു ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് ഈ ഒരു ബദാമിൻ്റെ ലീഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇതിപ്പോൾ ടാങ്കിൻ്റെ കളറ് വൈറ്റ് കളറാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കളറ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പെട്ടെന്നാണ് ഈ ഒരു കളറ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അൽബിനോ കിങ്കോയി എന്നുള്ള ഒരു റൂഡ് സെറ്റാക്കുമ്പോൾ ഞാൻ ബദാമിൻ്റെ ലീഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഡെഡായി പോകുന്ന അസുഖങ്ങളൊന്നും വരുന്നില്ല. നല്ല പെട്ടെന്ന് ബ്രീഡായി കിട്ടുന്നുണ്ട്. അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ തന്നെ അത് പറയാനുള്ളൊരു കാരണം. പ്രത്യേകിച്ച് നമ്മൾ അൽബിനോ പോലുള്ള ഒരു ഗപ്പികളൊക്കെ ചെയ്യുമ്പോൾ ടാങ്ക് ഫുള്ള് കളറുകളുണ്ട്, പക്ഷേ അതിൽ ഇലകളൊക്കെ ആകെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ലീഫ് കൂടി ഞാൻ ഇടാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ടാങ്കിലേക്ക് ഇടാൻ. വെള്ളം കഴുകുക, കാരണം ഇതിൽ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടായിരിക്കും. ജസ്റ്റ് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് കഴുകി ഇടണമെന്ന് നല്ലതായിരിക്കും. വെള്ളം കഴുകിയിട്ട് നമുക്ക് ടാങ്കിലേക്ക് ഇടാം. ഒന്നുമില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ആ ടാങ്കിൽ ഇപ്പോൾ ബദാമിൻ്റെ ലീഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ നമുക്ക് അതിനധികം ദോഷങ്ങളും കാര്യങ്ങളൊന്നും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിത് ബെറ്റാസിൻ്റെ ടാങ്കിലൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. ബെറ്റാസിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളായി വന്ന ബെറ്റാസിനൊക്കെ നമുക്കൊരു ഗ്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ബദാമിൻ്റെ ലീഫായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നുള്ളത് നമ്മളൊരു സാന്റാക്ലോസിൻ്റെ ഒരു ബ്രൂഡുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ടൊരു നമ്മൾ ഈ മഴയും തണുപ്പും ഒരുമിച്ച് വരുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവർ വല്ലാതെ ആക്റ്റീവും കാര്യങ്ങളുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിന് ബദാമിൻ്റെ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളം മാത്രമേ അതിലേക്ക് ഞാൻ ബദാമിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ ഒരു മുൻകരുതൽ നിലയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ബ്രൂഡിനും കുഞ്ഞുങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഈ ബദാമിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആമസോണിലൊക്കെ നല്ല വിലയാണ് ഈ ബദാമിൻ്റെ ലീഫ്, ഒരു പാക്കറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
ഇതിപ്പോൾ നമ്മൾ സാന്റാക്ലോസിൻ്റെ ബ്രൂഡ്, പിന്നെ നമ്മൾ സില്ലി മൊസൈക്കിൻ്റെ ബ്രൂഡ്, അതിലൊക്കെ നമ്മൾ ഇപ്പോൾ വാട്ടർ പാൻറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഈ ബദാമിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. വാട്ടർ പാൻറ്റ് ഇട്ട് കഴിഞ്ഞ് ചില ടാങ്കിൽ നല്ല കൂളിങ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു മുൻകരുതൽ നിലയിൽ നമ്മൾ ബദാമിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വാട്ടർ പ്ലാന്റ് മാത്രം സെറ്റായ നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ ഒരു ടാങ്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബദാമിൻ്റെ ലീഫ് ഇടിച്ച് ഒരു ഓക്സിജൻ്റെ ചെറിയൊരു പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായതുകൊണ്ട് ഞാൻ ബദാമിൻ്റെ ലീഫ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി മൊസൈക്ക് നല്ല അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ഫിഷാണ്. അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാത്തതാണ്. എന്നാലും നമ്മൾ റിസ്ക് എടുക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ബദാമിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുന്നത്. തൊട്ടപ്പുറത്ത് ഈ ഒരു ടാങ്കിലും ഫുൾ ബ്ലാക്ക് ടാങ്കിലും നമ്മൾ ഫുൾ ബ്ലാക്കും സാന്റാക്ലോസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വളരെയധികം ആക്റ്റീവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ചാണ്. ക്ലൈമറ്റ് നല്ല മാറ്റമാണ് ഇപ്പോൾ ക്ലൈമറ്റ്. പെട്ടെന്നൊരു മഴ, പെട്ടെന്നൊരു വെയിൽ, നല്ല തണുപ്പ്, അതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഈ കുഞ്ഞൻ മത്സ്യങ്ങൾക്ക് അതിലേക്ക് പൊരുത്തപ്പെടാൻ സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ മുൻകരുതൽ നിലയിൽ നമ്മളാണ് ഇപ്പോൾ ഈ ബദാമിൻ്റെ ലീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ടാങ്കുകളുണ്ട് കേട്ടോ. അപ്പോൾ വെയിലും മഴയും കൊണ്ട് വരുന്ന ഈ ഒരു ടാങ്കുകൾ ഇവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. മിക്സഡ് ഗപ്പിയാണെങ്കിലും ഉള്ളതെന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇവിടെ വെയിലുണ്ട്, കൊള്ളും, നല്ല ചൂടുള്ള വെള്ളം ചില സമയത്ത് നല്ല തണുപ്പുള്ള ഇതായിരിക്കും. അപ്പോൾ ഇത് ആമ്പലൊക്കെ വളർത്തുന്ന ഒരു ടാങ്കാണ്. ഇതിൽ നമ്മൾ മിക്സഡ് ഗപ്പികൾ നിറച്ചിരിക്കുകയാണ്, ഫുള്ള് മിക്സഡ് ഗപ്പികളാണ്. അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ടുപോയപ്പോൾ ഇതൊക്കെ അകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, ഒരു പുറത്തുമില്ല. കാരണം അവർ ആൾറെഡി അതിൽ സെറ്റായി, ആ ഒരു ടാങ്കിൽ ഈ ഒരു വെള്ളത്തിൽ അവർ സെറ്റായി. അവർക്ക് ഒരു കുഴപ്പമില്ല. വെള്ളം എത്ര ഇതായാലും, എത്ര തണുപ്പായാലും എത്ര ചൂടായാലും അവരുടെ ടെമ്പറേച്ചർ അവർ കീപ്പ് ചെയ്യും. നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ളതാണ്. ഇത് ടെയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിലും പക്ഷേ ആളൊക്കെ നല്ല പവറുള്ള ഗപ്പികളാണ്. അപ്പോൾ ഇതിലിട്ട് കൊടുത്തതിൻ്റെ കാരണം ഇത് കൊതുവൊന്നും മുട്ടടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലുള്ളത്, ആമ്പലിൻ്റെ ഇതിലുള്ളത്. ഇല്ലെങ്കിൽ കൊതുവൊന്നും മുട്ടിട്ടിട്ട് ഫുള്ള് കൂത്താടിയായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു കുഴപ്പമില്ല, ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആ ഒരു ഗപ്പികൾക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു മഴയും വെയിലും കൊണ്ടാലുള്ള ആ ഒരു പ്രശ്നം. അപ്പോൾ നാച്ചുറലായിട്ട് വളർത്തി വെയിലും മഴയും കൊണ്ട് വളർത്തുന്ന ഈ ഒരു ടാങ്കിൽ മത്സ്യങ്ങൾ കൂളായിട്ട് ഉണ്ടാകുന്നുണ്ട്, ഒരു കുഴപ്പവും കൂടാതെ. അപ്പോൾ മനസ്സിലായി ബദാമിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബദാം ലീഫ് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക. എല്ലാ സ്ഥലത്തും ഉണ്ടാകും ബദാമിൻ്റെ മരങ്ങൾ. അപ്പോൾ പച്ച ഇല ഉണ്ടെങ്കിൽ അത് ഉണക്കിയിട്ട് നമുക്ക് വയ്ക്കുക. പച്ച അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഉണങ്ങിയതാണ് വേണ്ടത്. ഉണങ്ങിയ ബദാം ലീഫ് ഞാനിപ്പോൾ എവിടെ ചെന്നാലും അത് കളക്ട് ചെയ്യാനാണ് എനിക്ക് പണി. ഈ സഞ്ചി ഇപ്പോൾ കവറിൽ ഞാൻ ഫുള്ള് ബദാമിൻ്റെ ലീഫ് വെച്ചിട്ടുണ്ട്. അത് കയറിപ്പോൾ ഒരു മാസം കൊണ്ട് അത് കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇത് ഒരു ഫിഷിനെ വളർത്തുന്ന ഈ സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബദാമിൻ്റെ ലീഫ്, കല്ലുപ്പ് ഇതൊക്കെ എപ്പോഴും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഗുഡ് ബൈ.